സാവേ ആ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഓ കുഴപ്പമില്ലടേ. കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല. കളിയാ ഇന്നലത്തെ ലോട്ടറിയാ ഒന്ന് നോക്ക കളിയാ അടിച്ചു ഇല്ലയോ? ഇന്നലത്തെയാണോ? ആ നോക്കാലോ. ഡാ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഇല്ല. ഇല്ലേ? ഏയ് ശോ 1634. ഇടാ 1000 ഉണ്ടല്ലോ. 1000 ഉണ്ടോ? 1000 ഉണ്ട്. അളിയാ ഒരു പൈറ്റ് വാങ്ങിക്കാനുള്ള കാശായി. നീ എന്തിനാണ് തുള്ളണത്? അളിയാ 1000 രൂപ അടിച്ചെന്ന് പറഞ്ഞു. അല്ല ലോട്ടറി അടിച്ചു 1634. പക്ഷെ നിന്റെ നമ്പർ 3416 നിനക്കല്ല അടിച്ചിരിക്കണത്. അല്ലേലും ഇങ്ങനെയാടാ. എടാ നിന്റെ അടുത്ത് ഞാൻ ഇത്രയും നാളായി ഞാൻ ലോട്ടറി എടുക്കുന്നു. ഇന്നേ വരെ ഒരു ലോട്ടറി എങ്കിലും അടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടില്ല. അടിക്കത്തില്ല. നിനക്കറിയാവോ കഴിഞ്ഞ ആഴ്ച അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്ന് 5 ലോട്ടറി എടുത്ത് അടി കിട്ടി. പിന്നെ അടി കിട്ടിയെന്ന് എനിക്ക് വിശ്വാസം വരില്ല. എടാ അടി കിട്ടിയെന്ന്. പിന്നെ നിനക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം വരില്ലല്ലോ. ശരിയാവാൻ പറഞ്ഞ അടി കിട്ടി. പിന്നെ പിന്നെ കിട്ടാതെ ലോട്ടറിക്കാരൻ അറിയാതെ ലോട്ടറിക്കാരനെ 5 ലോട്ടറി ടിക്കറ്റും കീറിക്കൊണ്ടോടിയാ പിന്നെ അങ്ങനെ വെച്ചേക്കൂ. ശരിക്കും അടി കൊടുത്ത് ശരിക്കും അടിയിട്ടിരിക്കുക. ഓ ബേബി. ഓ ബേബി അല്ല കമാൻ ബേബി. എടാ നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? എടാ ഇത് വിളിച്ചിട്ട് പറയാം. ഇത് പിന്നെ കല്യാണ വീടൊന്നും അല്ല, ഇത് പൊതുസ്ഥലമാണ്. എനിക്ക് വന്നൂടെ പിന്നെ ഞാൻ പോവാട്ടെ ഇങ്ങോട്ട്. ശരിയാവും. നീ അങ്ങോട്ട് അല്ലേ ആ സുധാരൻ ചേട്ടൻ വീട്ടിൽ കല്യാണം നടക്കുന്ന നീ അവിടെ ചെന്ന് നിൽക്കാൻ ആവശ്യമില്ലാത്ത ഓരോ തോന്നിയാത്തം കൊണ്ട്. അല്ല നീ ഇതോടെ പോയി വരുമോ? ഞാൻ റേഷൻ കട പോയിട്ട് വന്നു. അപ്പൊ ഇന്ന് പണിക്ക് പോയില്ലേ? ഇടാ നീ ലോകത്തെങ്ങും അല്ലേ താമസിക്കുന്നത്? ഞാൻ എത്ര ആളായി പണിക്ക് പോയിട്ട്. അതെന്താടാ ചെറുക്ക ഇത് ഒരു വക അറിഞ്ഞൂടാ. നോക്ക് റേഷൻ കാർഡിലോട്ട് നോക്കി. ഹായ് ഇത് രമണി ചേച്ചിയല്ലേ? നീ എന്നെ എന്തോ വിളിക്കുന്നത്? ബേബി. ബേബി എന്റെ ഭാര്യ രമണിയെ നീ ഇപ്പൊ എന്തോ വിളിച്ചേ? രമണി ചേച്ചി. അതെന്തോടാ അങ്ങനെ എന്നെ നീ എടാന്ന് വിളിക്കുന്നത്? എന്റെ ഭാര്യ നീ ചേച്ചി എന്ന് വിളിക്കേണ്ട കാര്യം? അല്ല നിന്നേക്കാൾ 4 വയസ്സ് കൂടുതലാണല്ലോ രമണി ചേച്ചിക്ക്. അതിപ്പോ സച്ചിൻ ടെണ്ടുൽക്കർ കല്യാണം കഴിച്ചിരിക്കുന്നത് പ്രായത്തിൽ മൂത്താളാ എന്നും പറഞ്ഞ് അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നോ? സെഞ്ചുറി അടിക്കായിരുന്നോ? അല്ല അത് സച്ചിൻ, നീ ബേബി. അത് നീ ഇവിടെ. ഇതിപ്പോ ഞാൻ പണിക്ക് പോകാത്ത കേസ് എന്ന് പറഞ്ഞാ ഇന്നാള് വരെ എന്റെ റേഷൻ കാർഡിനകത്ത് ഗൃഹനാഥൻ എന്നുള്ള സ്ഥാനത്ത് എന്റെ പേരായിരുന്നു. അപ്പോൾ ഈ എന്റെ പേര് ഗൃഹനാഥൻ എന്ന് പറഞ്ഞ എന്റെ പേരായതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയി അവളെ വീട്ടിൽ സുഖമായിട്ട് ഇരുത്തി അവള് വീട്ടു ജോലി മാത്രം ചെയ്ത് സൂഹിക്കുമായിരുന്നു. അപ്പോഴീ ഇപ്പം മാറ്റിയിട്ട് ഗൃഹനാഥൻ എന്നുള്ള സ്ഥാനത്ത് അവളുടെ പേരാണ്, അവിടെ ഫോട്ടോയും. അപ്പോഴും അവളല്ലേ പണിക്ക് പോകണ്ട. അപ്പൊ അവളെ ഞാൻ പണിക്ക് വിട്ട് ഞാൻ വീട്ടിൽ സൂചിച്ചിരിക്കുകയാണ്. സുഖമായിട്ട് അറിയാം. എല്ലാവരെയും ഒന്നും അല്ല, മെമ്പർ രഘു ഇതും ബുദ്ധിപരമായിട്ട് എനിക്ക് പണി തന്നെയാണ്. എന്റെ റേഷൻ കാർഡിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. രമണി ചേച്ചിയാണ് പണിക്കണു ഇപ്പൊ? പിന്നല്ല ഞാൻ വീട്ടുകാര്യങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ അരി എളുപ്പത്തിട്ടാ ഞാൻ റേഷൻ കടയിൽ പോയി അറിയാം. വീട്ടിലെ പണി നീയാണ് ചെയ്യണത്. ഈടാ നീ ഇത് എന്തറിഞ്ഞിട്ടാടാ? നീ എന്റെ ചാളക്കറി കഴിച്ചിട്ടോ? ഇല്ല. കഴിക്കണം വഴിയാ എന്തോ ടേസ്റ്റ് എന്നറിയാമോ? പൊള്ളിക്കോ? പിന്നെ ചാളക്കറിക്ക് ചാരം ഉപ്പങ്ങാനും കുറഞ്ഞു പോയി അവള് ചട്ടുവാൻ പൊളിപ്പിച്ച് എന്നെ ചന്തിക്ക് വെച്ച് പൊള്ളിച്ചു. അതല്ല മീൻ പൊള്ളിക്കും. മീൻ പൊള്ളിച്ച് അത് കരിഞ്ഞു വെച്ച് വേണം പിന്നെ ചട്ടുവാൻ പൊളിപ്പിച്ച് എന്നെ ചന്തിക്ക് വെക്കാൻ. അത് കേട്ടെ നീ എന്റെ അയിലക്കറി കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. വിരല് കടിക്കും. അപ്പൊ മീൻ കഷ്ണം കടിക്കൂലേ? എടാ അതല്ല ആ ചാറിന്റെ രുചി ഓർത്ത് നമ്മൾ ഞാൻ വിരല് വായി നടക്കൂല, കടിച്ചെന്റെ നിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്തോ എന്താ എന്ത് ബേബി എന്ന് വിളിച്ച്? ബേബി എന്നല്ല, സാക്ഷാൽ ദേവിയാണ് ഞാൻ വിളിച്ചത്. ദേവിയെ അല്ല വെളിച്ചപ്പാട് 3 ദിവസം കണ്ടില്ല. ഇവിടെ ഇല്ലായിരുന്നു, പാലയിലായിരുന്നു. ഇപ്പൊ പാലയിലാണോ? എന്ന് പരിപാടി ഉണ്ടോ? അത്യാവശ്യം പാലയിലല്ല, പാലയിലായിരുന്നു. അവിടുന്ന് ഒരു വിളി വന്നു എനിക്ക്. ഒരു ബാധയെ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 10,000 രൂപ തന്നാൽ ബാധയെ ഞാൻ ഒഴിപ്പിച്ചു തരാന്ന് പറഞ്ഞു. നേരെ പാലയിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്നപ്പോഴല്ലേ കളി. ഒഴിപ്പിക്കേണ്ടത് ബാധയല്ല, ഒരു 1-ാം തരം ധാതയാ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോണില്ല. പിന്നെ ഞാൻ ഈ 10,000 മേടിച്ച് അവന്റെ കാലിൽ വീണ് പറഞ്ഞു ഒന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അവനെ അവിടെ നിന്ന് ഒഴിവാക്കി. ഇപ്പൊ അതാ വലിയ കഷ്ടമായത്. അവരിപ്പോ എന്റെ വീട്ടിൽ കയറി താമസിക്കുക, പോകാൻ വേറെ വീടില്ല എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പൊ അവനെ ഒഴിപ്പിക്കാൻ ഒരാളെ നോക്കണം. ഒന്നും പറയണ്ട. അതെ ബേബിക്ക് ചെറിയൊരു മനപ്രയാസം ഉണ്ടല്ലോ. മനപ്രയാസം 1-2 കാര്യങ്ങൾ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. എന്താ കാര്യം? മൂത്ത മോളെ കുറിച്ച് ഓർത്തിട്ടാണ് ചെറിയ മനപ്രയാസം. സത്യം. ജ്ഞാനദൃഷ്ടി ഞാൻ സമ്മതിക്കുന്നത്. എങ്ങനെ മനസ്സിലായത്? ഇത് ജ്ഞാനദൃഷ്ടിയല്ല, മോളുടെ പടം ഞാൻ വാട്സാപ്പിൽ കണ്ടായിരുന്നു. നീ ചിരിക്കണ്ട, നിന്റെ മോളെ ആ വാഴത്തോപ്പിൽ കണ്ടിട്ടാ വന്നെ. ആരോടും പറയണ്ട. ആ പേപ്പർ ഒന്ന് എടുത്തേ, വാർത്തയൊക്കെ വായിച്ചിട്ട് ഇങ്ങോട്ട് വാ. ഇവിടെ നോക്കട്ടെ. ഒന്നങ്ങോട്ട് വായിച്ചേ. അന്ന് നിങ്ങൾക്ക് കാണില്ല, നിങ്ങൾ അങ്ങോട്ട്. അല്ല ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ എന്റെ കണ്ണിന് ചെറിയൊരു അസുഖം ഉണ്ടെന്ന്. ഭ്രമരത്തിന്റെ അസുഖം എന്റെ കണ്ണിന്. അത് മോഹൻലാലിന്റെ പടമാണ്. അല്ല അമരം. അത് മമ്മൂട്ടിയുടെ പടമില്ലേ? ഈ കണ്ണിന് വരുന്നത് തിമിരം. ഏത് പടമാ? അതുപോലെ ന്യൂ ജനറേഷൻ പടമായിരിക്കും. അതിന്റെ ഒക്കെ പേര് ഇപ്പൊ ഇങ്ങനെയാണല്ലോ. പടമല്ല, എന്റെ കണ്ണിന്റെ അസുഖം. ഒന്ന് വായിച്ചേ. കണ്ണട വെക്കണം ഇനി. 18-കാരി 65-കാരനൊപ്പം ഒളിച്ചോടി. 19-കാരൻ 45-കാരിക്കൊപ്പം ഒളിച്ചോടി. ഇത് പക്ഷെ ഇവര് തിരിച്ചോടിയിരുന്ന എന്തെങ്കിലും ഗുണം ഉണ്ടായത്? ഇത് ഇങ്ങനെ ഓടിയിട്ട് എന്ത് ഗുണം? ഇന്ന് സൂപ്പർ വാർത്തകളാണല്ലോ. മൃതദേഹം ദുരൂഹ സാഹചര്യത്തിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. എത്ര നിലയിലാ? 3-ാമത്തെ നിലയിൽ.
ഇടേ ചാക്കി കെട്ടിയ സാഹചര്യത്തിൽ കണ്ടെത്തിയെന്ന്. അത് കൊലപാതകമെന്ന് പോലീസ് സംശയിക്കുന്നു. എന്റെ പൊന്നെ, ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചേ. ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴി അമ്പലക്കുളത്തിൽ ചത്തു മലച്ച് കിടക്കുക. രണ്ട് ആമ ഒന്ന് പോ വിളിച്ച പറഞ്ഞു എടുത്ത് കളയണം സെക്രട്ടറിയോട് പറഞ്ഞിട്ടാ വന്നത്. അല്ല ഇതാരെയാ ചാക്ക്? ഏത് ചാക്ക്? ഈ ചാക്ക് എന്റെ അല്ല, എന്റെ ചെറിയ ചാക്കാണ്. നിന്റെ ആണോടാ? ഇത് ഞാൻ രാവിലെ കടർന്ന സമയത്ത് ഈ ചാക്കോട്ടിരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഏതെങ്കിലും അവകാശികൾ വന്ന് എടുത്തോണ്ട് പോകുന്ന സെറ്റപ്പിലായിരുന്നു ഞാൻ ഇരുന്നത്. ഇപ്പൊ ഈ ആൾക്കാരെയൊക്കെ കൊന്ന് ചാക്കി കെട്ടുന്ന കാലം. അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ പത്രത്തിൽ വായിച്ചേ ഉള്ളൂ. ഞാൻ തല്ലിക്കൊന്ന് കൊണ്ട് വെച്ചേക്കോ. നമ്മുടെ ശോഭയുടെ മോളെ 2 ദിവസമായിട്ട് കാണാനില്ല. ഏത് ശോഭ? ഏത് ശോഭ? ശോഭ സതീശന്റെ മരിച്ചുപോയ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നത് ആ ശോഭയുടെ മോള് മിനിഞ്ഞാന്ന് അമ്മ വീട്ടിൽ പോയത്. അവിടെ ചെന്നിട്ടില്ല, ഇവിടെയും വന്നിട്ടില്ല. അതിനെ അന്വേഷണം നടക്കുക. എനിക്ക് തോന്നുന്നു അതിനെ ആരെങ്കിലും തല്ലിക്കൊന്ന് ചാക്കി കെട്ടിയോ അതോ ആരെങ്കിലും ഒളിച്ചോ? അല്ല വിളിച്ച പാടാ, അങ്ങനെ വരാൻ വഴിയില്ല. കാരണം ഞാൻ മെനഞ്ഞാന്ന് പച്ചക്കറി മേടിക്കാൻ ഒരു സന്ധ്യ ഒരു 7 മണിയായി കാണും. ഞാനിപ്പോ ഈ സൈക്കിൾ എടുത്തോണ്ട് ഇങ്ങനെ വരുന്ന വഴി പെങ്കൊച്ച് അപ്പുറത്ത് മാറി നിൽക്കുന്നു. അപ്പൊ ചെറിയ മഴച്ചാറ്റിലുണ്ട്. ഞാൻ പറഞ്ഞു മോളെ എന്തിനാ ഇവിടെ വയ്ക്കുന്ന മഴയഞ്ചാറ്റ്? കാരണം ഇവിടെ വണ്ടി കിട്ടത്തില്ല. പറഞ്ഞു മാമ ഞാൻ പിന്നെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ ഇരിക്കണ്ട, അപ്പൊ അപ്പുറത്ത് കൊണ്ട് വിടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആ ഗോപിയുടെ വീടിന്റെ ഇടവഴിയില്ലേ അതിലേക്ക് കയറ്റി അപ്പുറത്തെ ജംഗ്ഷൻ കൊണ്ടുവന്ന് ഞാൻ ബസ് കയറ്റി വിട്ടത് ഞാനാണ്. നീയാണ് അങ്ങനെ കൊണ്ടുവിട്ടാ? അല്ല അതിപ്പോ അങ്ങനൊന്നും വരാൻ സാധ്യതയില്ല. സംഭവം പിടികിട്ടിയോ? ഏകദേശം കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കള്ളം കപ്പലിൽ തന്നെ. എന്തുവാടാ ഞങ്ങള്? അല്ലടാ ബേബി, നിന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ ആ കുട്ടിക്ക്. അതല്ലേ ഞാൻ സൈക്കിളെ കയറ്റി അവിടെ കൊണ്ടുവിട്ടോ. അതിനോട് എന്തിനാണ് കാലാ നീ ചതി ചെയ്തത്? അതിനെ നീ തല്ലി എന്ത് കാര്യത്തിലാന്നാ ചോദിച്ചത്? ഞാൻ സൈക്കിളെ കയറ്റി കൊണ്ടുവിട്ടോളാം. ഞാൻ നിനക്ക് എന്ത് ധൈര്യം? പിന്നെ ചാക്കടിക്കാൻ അപ്പൊ ഇത് അത് തന്നെ സംഭവം. നീ ആ ചാനലുകാരൊന്നും വിളിച്ചപ്പോഴാ സത്യം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഹലോ, അമൃത ചാനലല്ലേ? അതെ, പെട്ടെന്ന് ആ പൂഴിക്കുഴി ജംഗ്ഷനിലേക്കൊന്ന് വരണം. ഇവിടെ ഒരു ചാക്കി കെട്ടിയ മൃതദേഹമുണ്ട്. അതെ അതെ, ആ ബേബി എന്ന് പറഞ്ഞ ഒരാളെ, ഒരു 18 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ്. അതെ, കാമവെറിയൻ. അതെ അതെ, പെട്ടെന്ന് വാ. ചാനലുകാർ വരും. ആവശ്യമില്ലാത്ത കേസല്ല. നീ അറിഞ്ഞിട്ടില്ലെന്നാ? ഞാൻ സൈക്കിളെ കയറ്റി കൊണ്ടുവിട്ടു. നീ സൈക്കിളെ കയറ്റി കൊണ്ടുപോയോ? അത് കണ്ട നാട്ടുകാരുണ്ട്. പിന്നെ ആ കുട്ടിയെ കാണാനല്ല, അതിനെയാണ് തല്ലിക്കൊന്ന് ചാക്കി വെച്ചേക്കുന്നത്. ഞാനല്ലെന്ന് പറഞ്ഞു. പോലീസുകാർ വന്ന് ചോദിച്ച് കൂമ്പിരിട്ടിരിക്കുമ്പോ നീ സത്യം പറയും. നീ കാണിച്ച ശരിയായില്ല. പോലീസ് വരും. പോലീസ് വന്നാ പോലീസ് നായ വരും. പോലീസ് നായ വന്നു കഴിഞ്ഞാണ്ടല്ല മണം പിടിച്ച് കണ്ടുപിടിക്കും, പ്രതിയെ കണ്ടുപിടിക്കും. അല്ല, അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നെ മണം ചെയ്തിട്ടുണ്ട്. അതെ, വേറെ കാര്യമുണ്ട്. ഈ പോലീസ് നായ മണം പിടിക്കാണ്ടിരിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്. എന്താ? അതായത് കയ്യിലും കാലിലൊക്കെ മണ്ണെണ്ണ തേച്ചാൽ മതി. അല്ല, മണ്ണെണ്ണ തേച്ചു കഴിഞ്ഞാല് നായ്ക്ക് മണം പിടിക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ എന്തോരം കേസുകളാണ്. അങ്ങനെയാണെങ്കിൽ മണ്ണെണ്ണ ഉണ്ടാക്കി അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയ കേസുകളുണ്ട്. മണ്ണെണ്ണ കയ്യിലും കാലിലും തേച്ച് കഴിഞ്ഞാൽ പോലീസ് നായ്ക്ക് മണം പിടിക്കാൻ പറ്റൂല. മണ്ണെണ്ണയുടെ മണം ഇവിടെ ഇതന്നെ. മണ്ണെണ്ണ എടുത്ത് വെച്ച് പോലീസ് നായയുടെ തന്തയല്ല എന്റെ തന്ത. ഇതിപ്പോ പിടിക്കുന്നത് കാണാം. ഞാൻ സംശയത്തിന് പുറത്ത് തന്നെ പിടിക്കില്ല. സംശയമല്ല, നീ തന്നെയാണ് നിന്നിരിക്കുന്നത്. ഇതിപ്പോ ചാനലുകാരോട് നമ്മൾ സമാനം പറയുന്നത്. ഇത് ഞാൻ അറിയാത്ത കേസാണ്. ഞാൻ ഒന്നും അറിയുന്നതാണ്. ഒരു കാര്യം ചെയ്യും, എന്തുവായാലും നമുക്കൊരു കൈവത്തം പറ്റി. നമുക്കല്ല, ഇപ്പൊ ഞാൻ സൈക്കിളെ കയറ്റി കൊണ്ടുപോയി. അതാണല്ലോ ഞാൻ ചെയ്ത അബദ്ധം. അതെ, ഈ ചാക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പിടിച്ചു വെക്കും. ഇത് ആരെങ്കിലും കണ്ടത് പ്രശ്നമാക്കണം. പിടിക്കത്തില്ല. ഫിംഗർ പ്രിന്റ്. അല്ല, അങ്ങനെ പറയാം. പുള്ളി വരുമ്പോ ഞാൻ സംസാരിച്ചോളാം. എടാ, ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞാൽ വിരലടയാളം എന്ന് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. ഒന്ന് പിടിയാ പെട്ടുപോകട്ടെ, ഞാൻ പറഞ്ഞേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി. 2 പേരും വിട്ട് വിരലടയാളം, 2 പേരും വിരലടയാളം. എന്നെ പിടിച്ച് ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ ഒരുത്തക്കാരനാണ് കേട്ടോ. ഒരുത്തക്കാരൻ. ഞാൻ ഒന്നും ചെയ്യാത്തതിന് ഞാൻ അനുഭവിക്കുന്നു. പോലീസുകാർ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എനിക്ക് പോലീസിനെ പേടിയില്ല, ഉള്ള കാര്യം അറിയാല്ല. ഹലോ, നിങ്ങൾ 2 പേരും സംസാരം നടക്കുന്നുണ്ട്. ഞാൻ റെഡി ആയിക്കോളാം. അത് പ്രൊമോഷൻ ആരുമല്ലേ? അത് ഓക്കെ. വിത്തിൻ 24 hour പൊക്കിയിരിക്കും. ഓക്കെ. എന്താടാ? ആരടാ? അല്ല, ഒന്നുമില്ലടാ. അവന് പേടിയാടാ. പോലീസുകാരോടാ സംസാരിക്കണ ഇങ്ങനെ? അവന് പേടി. ഇങ്ങോട്ട് മാറിയിക്കടാ. ഇങ്ങോട്ട് മാറിയിക്കാൻ. നിന്നെയൊക്കെ കണ്ടിട്ട് ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. ഇല്ല സാറേ, ഞാൻ ബംഗാളിൽ നിന്ന് ഇന്നലെ വന്നേ ഉള്ളൂ സാറേ. എന്റെ മുഖം അങ്ങനെ. എടാ, ഇവിടെ ഒരു ശോഭേനെ അറിയാമോ? ഇല്ല സാർ, അറിയില്ല. ഇവനറിയാം സാർ. എനിക്കറിയാം സാർ. എനിക്കറിയാം സാർ. ശോഭേനെ അറിയാം. അടുത്ത് താമസിക്കും. ശോഭയ്ക്ക് ഒരു മകളുള്ള കാര്യം അറിയാമോ? അയ്യോ ഇല്ല. ശോഭയ്ക്ക് മകളുണ്ടോ? സത്യം പറയടാ. ഇല്ല, അറിഞ്ഞൂടാ. ശോഭയുടെ മകൾ മിസ്സിംഗ് ആണ്. ശോഭയുടെ മകൾ മിസ്സിന്റെ ആണോ? ഞാൻ അറിഞ്ഞില്ല. ശോഭയുടെ മകൾ മിസ്സിന്റെ ആണെന്നല്ലെന്ന്. ശോഭയുടെ മകളെ കാണാനില്ല. അത് നമ്മൾ അറിഞ്ഞില്ല സാർ. അവരെ കണ്ടെത്തി തരണം. സാറേ, ഈ ഞങ്ങള് ഇവര് ഇതിലൊന്നും ഉള്ള പിള്ളേരല്ല. വെറുതെ അവരോട് ചോദിച്ചു വെറുതെ ഇതാകട്ടാ. നമ്മളാരാണാവോ? വെളിച്ചപ്പാടാണ്. വെളിച്ചപ്പാടങ്ങ് അമ്പലത്തിൽ തുള്ളിയാൽ മതി. ഇവിടെ കിടന്ന് തുള്ളിയാൽ അതിനെ കൂപിടിച്ചടക്കും. സത്യം പറ. സത്യം പറയും. അതായത് ഇന്നലെ വൈകിട്ട് പെണ്ണിനെ പീഡിപ്പിച്ചു കൊന്ന് ചാക്കി കെട്ടി വെച്ചിട്ടുണ്ട് സാറേ. ഇവൻ എന്റെ പ്രൊമോഷന്റെ കാര്യം ഓക്കെ. നീയാണല്ലേ? നിനക്കുള്ള പണി ഞാൻ തരാം.
എന്റെ മോളെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ സാറേ? നിങ്ങൾ ആരാണ്? ശോഭ. ശോഭ. ഇന്നലെ പരാതി കൊടുക്കാൻ വന്നു. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങളുടെ മകൾ സേഫ് ആണ്. എന്റെ ദേവി നീ കാത്തു. എന്താ സാറേ എന്റെ മോള്? ഇനി പറയുന്ന കാര്യം കൃത്യമായിട്ട് കേൾക്കണം. എനിക്കൊരു കയ്യബദ്ധം പറ്റി. എനിക്കല്ല, ഇവനൊരു കയ്യബദ്ധം പറ്റി. എടാ വൃത്തികെട്ടവനെ. ചുമ്മാതാണ്, ഞാനൊന്നും ചെയ്തു. അയ്യോ എന്റെ സാറേ, എനിക്ക് എന്റെ മോളെ. അയ്യോ, നിങ്ങളുടെ മകളെ തല്ലിക്കൊന്ന് കെട്ടി തുകയുടെ ആ ഒരു ചാക്കിൽ പങ്കു വെച്ചിട്ടുണ്ട്. ചാക്കെടുത്തോണ്ട് വരാൻ ഒരു കാണട്ടെ. കാണു കാണു. ആ ചാക്ക് കൊണ്ടോ, ചാക്ക് കൊണ്ടോ. കാണണ്ട കാണണ്ട. അയ്യോ അവസാനമായിട്ട് ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടോട്ടെ. ചാക്ക് കൊണ്ടോ, ചാക്ക്. നിങ്ങൾക്ക് കാണണോ വേണ്ടേ? ഉറപ്പിക്ക്. എനിക്ക് കാണട്ടെ. അയ്യോ കാണണ്ടല്ലോ. ഒരു വക അഭ്യാസം നിന്നൊക്കെ ഞാൻ സാറേ ഞാനല്ല സാറേ, ഞാൻ സൈക്കിളെ കയറ്റി അവിടെ കൊണ്ട് വിട്ടോളൂ സാറേ. അമ്മേ, എന്റെ മോളെ ആത്മാവ് എന്നെ വിളിക്കണ കേട്ട. അമ്മേ, എന്റെ പൊന്നുമോളെ നിന്നെ തല്ലിക്കൊന്ന് ചാക്കി കയറ്റി കെട്ടിവെച്ചിരിക്കുന്നടി. അയ്യോ മോളെ നിനക്കൊന്നും പറ്റിയില്ലേ? ഇതാരാണെന്ന് പറഞ്ഞു? എന്റെ മോള്. നിങ്ങളുടെ മകള്. അപ്പൊ ആ ചാക്കിൽ എന്താണ്? സംശയമുണ്ട്. ചാക്കെടുക്കണം. ആ ചാക്ക് പറഞ്ഞേ. ചാക്ക് ഉറക്ക്. നമ്മളെ പച്ച തെറിയും വിളിച്ചോട്ടെ. എന്റെ പ്രൊമോഷന്റെ കാര്യമാണ്. പിന്നല്ല എന്റെ അരി അടുപ്പത്ത് കിടന്ന് തിളയ്ക്കാൻ ഞാൻ അതിന് വന്നിട്ട് വിളിക്കുന്നത്. നീ ഇത്ര നേരം എവിടെ പോയിരുന്നടി? അമ്മ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം? എന്റെ ദൈവമേ, ഞാൻ ഇത്ര നാളും മൈക്കാട് പണി ചെയ്ത് നിന്നെ നോക്കി നീ കണ്ടവന്റെ കൂടെ ഒളിച്ചടി പോകാനായിരുന്നാടി. അതെ ശോഭേ, ഇപ്പൊ ഇനി അതിനെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അവർ ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കട്ടെ. അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഇറങ്ങിപ്പോയെന്ന് വിചാരിച്ചാ മതി. പിന്നെ നിങ്ങൾക്ക് അത്ര സ്ത്രീധനം ലാഭം കിട്ടിയെന്ന് വിചാരിച്ചാ മതി. അതെ, ഉള്ളൊരു ആശ്വാസം. അല്ല നമ്മുടെ മോളല്ലേ അതിപ്പോ കാര്യങ്ങൾ നടത്തിക്കൊടു. അല്ല നിന്റെ മോളെ കാര്യങ്ങൾ നടത്തിക്കൊടു. എന്നെ അവനെ വിളിച്ചാൽ മതി. എന്റെ ഇറക്കനം തേടി. കണ്ണാ കണ്ണനാ കണ്ണനല്ലേ നീ ഇങ്ങ് വാടാ. നീ ഒറ്റ കാരണമാണ് ഞാൻ ഇത്രയും തീരുന്നത്. തരാം ഞാൻ എടുക്കരാ. അതെ, കണ്ണേ സത്യമായിട്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? ഉറപ്പമാണോ? സത്യമാണോ? അങ്ങനെ നമുക്ക് മാറ്ററിലേക്ക് വരാം. എന്താണ് സാറേ? ഈ ചെറുക്കൻ എന്ത് സ്ത്രീധനം കൊടുക്കും? അല്ല അത് സാറ് തിരക്കേണ്ട കാര്യം. ഈ ചെറുക്കൻ എന്ത് സ്ത്രീധനം കൊടുക്കും? അല്ല സാറേ, എന്റെ മോള് അവക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ആ പയ്യൻ എന്ത് സ്ത്രീധനം കൊടുക്കുമെന്ന് സാർ എന്തിനാ അറിയുന്നത്? ഈ ചെറുക്കൻ എന്ത് സ്ത്രീധനം കിട്ടുമെന്ന് അവന്റെ അച്ഛനായ ഞാൻ അറിയണ്ടേ? അപ്പൊ ഇത് എന്റെ മോനാണ്. സാറേ